ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോയമ്പിൻ്റെ 44-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓരോ ദിവസവും കൃപ നിറഞ്ഞതാകാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ഇതെല്ലാം വളരെ പുണ്യപ്പെട്ട ദിവസങ്ങളാണ്. നിശബ്ദതയും മൗനവും ഏകാഗ്രതയും മെഡിറ്റേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട, പ്രാണായാമം പ്രാക്ടീസ് ചെയ്യേണ്ട, അതോടൊപ്പം തന്നെ വേവിക്കുന്നതൊന്നും പാകം ചെയ്യുന്നതൊന്നും എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കഴിക്കാതെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഫ്രൂട്ട് ജ്യൂസും മാത്രം കഴിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട ദിവസങ്ങൾ. ഇത് ഒരു നിയമമായിട്ട് പറയുന്നതൊന്നും അല്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ബൈബിളിൽ എവിടെയാണ് ഇങ്ങനെ ഫ്രൂട്ട്സ് മാത്രം, അങ്ങനെയൊന്നും അല്ല, അതല്ല. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ആരോഗ്യം, അതുപോലെ നമ്മുടെ ആരോഗ്യം താറുമാറാകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാൻ, നമ്മുടെ ശരീരത്തെ കുറേ കൂടി ഊർജ്ജസ്വലമാക്കാൻ, ജീവിതത്തെ കുറേ കൂടി ക്രിയാത്മകമാക്കാനുള്ള ഒരു ചെറിയ പരിശീലനം എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വലിയ നോയമ്പാകും, വലിയ ആഴ്ചയാകുമ്പോൾ അത് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്നത്തെ തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 75-ാമത്തെ വാക്യമാണ്. പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞതിന് ശേഷം പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു എന്നാണ്. ഹൃദയം നൊന്ത് കരഞ്ഞു. ഒരു നാളിൽ ഈശോയുടെ അടുക്കിലേക്ക് വരാൻ കടലിൽ മുങ്ങിത്താഴ്ന്നു പോയ പത്രോസ് ഇന്ന് കണ്ണുനീർ കടലിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. തോമസ് ബ്രൂക്സ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകാരൻ എഴുതി വെക്കുന്നുണ്ട്, ഈ പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞതിന് ശേഷം മനസ്തപിച്ചു, കരഞ്ഞു, തിരിച്ചു വന്നു. അതിനുശേഷം എപ്പോഴൊക്കെ കോഴി കൂവുന്നത് കേട്ടാലും അപ്പോഴൊക്കെ മുട്ടിന്മേൽ നിന്ന് തൻ്റെ കുറ്റം, തൻ്റെ കുറവ് ഏറ്റുപറഞ്ഞ് കരയുമായിരുന്നു എന്നുള്ളതാണ്. യൂദാസ് ഈശോയെ ഒറ്റുകൊടുത്തു, പക്ഷേ അവൻ്റെ അന്ത്യം മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് പോയി. പക്ഷേ പത്രോസ് ഹൃദയം നൊന്ത് മനസ്തപിച്ചു, ദാവീദ് ഹൃദയം നൊന്ത് മനസ്തപിച്ചു. അവരൊക്കെ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലായിരുന്നു. ഞാനും നിങ്ങളും പത്രോസിനെ പോലെ ഈശോയെ തള്ളി പറയുന്നവരും യൂദാസിനെ പോലെ ഒറ്റുകൊടുക്കുന്നവരുമൊക്കെയാണ് ജീവിതത്തിൻ്റെ പല നിമിഷങ്ങളിലും. ഒന്ന് ആത്മശോധന ചെയ്താൽ മതി. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഒരു ആത്മശോധന ഇതായിരിക്കട്ടെ: ഞാൻ ഈശോയെ തള്ളി പറയുന്നുണ്ടോ? എൻ്റെ വാക്കാൽ, എൻ്റെ പ്രവൃത്തിയാൽ, എൻ്റെ ചിന്തയാൽ തള്ളി പറയുന്നുണ്ടോ? ഒറ്റുകൊടുക്കുന്നുണ്ടോ? അതും ചുംബനം കൊണ്ട് എന്ന് തിരിച്ചറിയുക. ചുംബനം കൊണ്ട് ഒറ്റുകൊടുക്കുന്ന രീതി, സ്നേഹം മനസ്സിൽ ഒളിപ്പിച്ചിട്ട്, വൈരാഗ്യം മനസ്സിൽ ഒളിപ്പിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന എത്രയോ നിമിഷങ്ങൾ, വെറുപ്പും വിദ്വേഷവും മനസ്സിൽ ഒളിപ്പിച്ചതിന് ശേഷം നമ്മൾ സ്നേഹം അഭിനയിക്കുന്ന എത്രയോ നിമിഷങ്ങൾ. ഇതിനെല്ലാം നമുക്ക് മാറ്റത്തിന് വിധേയപ്പെടുത്താം. അതുകൊണ്ട് ഹൃദയപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ പശ്ചാത്താപത്തിൻ്റെ, തെറ്റ് ഏറ്റുപറയുന്നതിൻ്റെ, കുമ്പസാരത്തിൻ്റെ ഒക്കെ നല്ല നിമിഷങ്ങൾ ഉണ്ടാകട്ടെ. അനുതാപത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകട്ടെ. ജീവനിലേക്കും ജീവിതത്തിലേക്കും ഒരു തിരിച്ചുവരവ് ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും, ഞാനും നിങ്ങളും ഒക്കെ മനുഷ്യരാണ്, ബലഹീനരാണ്. കുറ്റങ്ങൾ, പോരായ്മകൾ, കുറവുകളൊക്കെ ഉണ്ടാകും. പക്ഷേ തിരിച്ചുവരവ് എന്ന് പറയുന്നത്, അനുതാപം എന്ന് പറയുന്നത് ദൈവികമാണ് എന്ന് തിരിച്ചറിയുക. ദൈവത്തിൻ്റെ കൃപയും ചൈതന്യവും ധാരാളം നമ്മളിലേക്ക് വരുന്ന നിമിഷമാണ് എന്നുകൂടി തിരിച്ചറിയുക. ഓർക്കണം, പത്രോസിൻ്റെ അവസാന നാളുകളിൽ ഈശോയോടുള്ള സ്നേഹനിമിത്തം അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അവസാനം കൈസറുടെ മുമ്പിൽ അദ്ദേഹം മരണത്തിന് വിധിക്കപ്പെടുകയാണ്. തലകീഴായിട്ട് തന്നെ കുരിശിൽ തറയ്ക്കാൻ നിർബന്ധിക്കുകയാണ്. കാരണം നേരാംവണ്ണം കുരിശിൽ തറച്ച് മരിക്കാനുള്ള യോഗ്യത തനിക്കില്ല എന്ന് തിരിച്ചറിയുന്ന പത്രോസിനെ തല കീഴാക്കി കുരിശിൽ തറച്ച് കൊല്ലുകയാണ്. നമുക്കും നമ്മുടെ ജീവിതത്തെ പത്രോസിനെ പോലെ അനുദപിക്കുന്ന ഒരു തലത്തിലേക്ക്, മാനസാന്തരപ്പെടുന്ന ഒരു തലത്തിലേക്ക്, കുറ്റങ്ങളും വീഴ്ചകളും വീണ്ടും വരുമ്പോഴും അപ്പോഴൊക്കെ എഴുന്നേൽക്കുന്ന, മുന്നോട്ട് പോകുന്ന ഒരു തലത്തിലേക്ക് വരാം. ഇന്നത്തെ പരിശീലനം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ പരിശീലനം 8 വാക്കിംഗ് ആണ്. 8 വാക്കിംഗ്, 8 എന്ന് എഴുതിയ ഒരു പ്രതലത്തിലൂടെ എന്ന് പറഞ്ഞാൽ 8ലൂടെ ഒന്ന് നടക്കുന്നു. ഞാനതിൻ്റെ ലിങ്ക് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് ഒന്ന് കണ്ടിട്ട് കൃത്യമായിട്ട് അതിലൂടെ നടക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. 8 വാക്കിംഗ് എന്ന് പറയും, വളരെ നല്ലതാണ്. 21 പ്രാവശ്യം ക്ലോക്ക് വൈസ്, 21 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ് നടക്കുക. ആ നടക്കുമ്പോഴൊക്കെ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച്, കർത്താവെ എൻ്റെ മേലും ഈ ലോകം പിതാവെ എൻ്റെ മേലും ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച്, പിതാവേ ഞങ്ങളുടെ മേലും ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 21, 42 പ്രാവശ്യം 8 വാക്കിംഗ് നടത്തി ഇന്നത്തെ പരിശീലനം നമുക്ക് പൂർത്തിയാക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും